സാറിനെതിരെ ഇടയ്ക്ക് വന്നൊരു ആരോപണം എഴുത്തച്ഛനെ സാർ നായരാക്കി. അതാണ് പ്രശ്നം. ഞാൻ ഈ എഴുത്തച്ഛനെ കുറിച്ച് എഴുത്തച്ഛൻ്റെ ജീവിതം എഴുതുമ്പോൾ അദ്ദേഹം ഒരു നായരാണോ അല്ലെന്ന് ആലോചിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ചിന്ത പോയിട്ടേ ഇല്ലായിരുന്നു. എഴുത്തച്ഛനെ താങ്കൾ നായരാക്കിയതിനപ്പുറത്ത് താങ്കളുടെ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എനിക്ക് ഈ കഥ പറഞ്ഞു തന്നു. 1498 പോർച്ചുഗീസുകാർ വരുമ്പോൾ എഴുത്തച്ഛന് 20 വയസ്സായിരുന്നു. മനസ്സിലായോ? 1560 അദ്ദേഹം മരിച്ചു പോകുന്നത്. 1560 നിന്ന് 1960 എത്ര കാലമുണ്ട്? 400 കൊല്ലമേ ഉള്ളൂ. ദേ റിമെമ്പർ. കാരണവന്മാർ പറഞ്ഞ അവർ മനസ്സിലാക്കി വെച്ചിട്ട് വേറെ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാനതിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് ആദ്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിറ്റീസ് വളരെ സ്ട്രോങ് ആയിരുന്ന ഒരു സമയത്താണല്ലോ ഈ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തന്നെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അന്ന് എഴുത്തച്ഛനുള്ള കാലത്ത് ഈ കമ്മ്യൂണിറ്റി ഇല്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിലെ എഴുത്തച്ഛനപ്പുറം ചരിത്രത്തിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാണ്? അല്ല, അവിടെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു ഫ്ലഡ് വന്നപ്പോൾ പോയതാണ്. താങ്കളുടെ പൂർവികനായിരുന്നെങ്കിൽ എഴുത്തച്ഛനൊരു നായരായിരുന്നിരിക്കണം. അന്ന് ഇന്ന് പറയുന്ന ഈ നായരൊന്നും അന്നില്ല. ഇതൊക്കെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നിട്ട് ഉണ്ടാക്കിയ. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താ ചെയ്തത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നപ്പോൾ ഇന്ത്യയിൽ എന്ത് സ്ട്രക്ചറാണോ ഉണ്ടായിരുന്നത് സോഷ്യലായിട്ട്, ആ സ്ട്രക്ചറിനെ അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതായത് രാജാവിൻ്റെ കീഴിൽ രാജാവ്, അതുപോലെ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊരു പെക്കിംഗ് ഓർഡർ ഉണ്ടായിരുന്നു. ദേ കുഡ് കൺട്രോൾ സൊസൈറ്റി ത്രൂ ദിസ് പെക്കിംഗ് ഓർഡർ. അപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഭൂമിയുടെ എല്ലാ അവകാശവും സ്വത്തവകാശവും ബ്രാഹ്മണന് കൊടുത്തു. മനസ്സിലായോ? കാരണം നികുതി പിരിക്കണം. അവർ നികുതി ഇമ്പോസ് ചെയ്ത് പിരിച്ച് റിയലൈസ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഭൂമിയുണ്ട്, എന്ത് ചെയ്യണം, ആരെ അതിനകത്ത് താമസിപ്പിക്കണം, ആർക്കത് പാട്ടത്തിന് കൊടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ട ആത്യന്തികമായ അധികാരം ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണൻ അത് നായർക്ക് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു. നായർ താഴേക്ക് കൊടുത്തു. ആ പെക്കിംഗ് ഓർഡർ പോവുകയാണ്. അപ്പോൾ ശരിക്കും ആർമിയുടെ പോലെ മുകളിലുള്ള ആൾ എസ് ആർ എന്ന് പറയുന്ന താഴത്തുള്ള ഏറ്റവും അവസാനത്തെ ആൾക്ക് മാത്രമേ ആരെയും തല്ലാന്ന് നിർത്തിയില്ലായേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആ സിസ്റ്റം തന്നെയാണ് കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോഴും അതേപോലെ അംഗീകരിച്ചത്. സെയിം സിസ്റ്റം, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാവന ഇല്ലായ്കയ്ക്ക്, നമ്മുടെ ഒറിജിനാലിറ്റി ഇല്ലായ്കയ്ക്ക് എന്തിനാ ഒരാളെ കുറ്റം പറയേണ്ട കാര്യം? വി ഫെയിൽഡ് ഇൻ റൂളിങ് ദിസ് കൺട്രി. വി സ്റ്റിൽ ഗോ ഓൺ ഫെയിലിംഗ്. ഇത് പറയുന്നൊരു എഴുത്തുകാരനായിട്ടല്ല, നാട്ടിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് നടത്തുന്നത്. അപ്പം നമ്മളിവരുടെ ആരുടെ കൂടെയാണ് നിൽക്കുക? ഇവരൊക്കെ ഓരോരുത്തർ നാളെ ഇതും ഇവിടെ നിന്നും അവിടേക്ക് മാറി, അവിടുന്ന് ഇവിടേക്ക് മാറി. ഈ നാടിനെക്കുറിച്ച് എൻ്റെ നാട് എന്ന് കരുതുന്ന ഒരാളെയും കാണാറില്ലല്ലോ. നമ്മൾ ഒരു പാർട്ടിയും കാണാറില്ല. എൻ്റെ പാർട്ടി ജയിക്കണം എന്നല്ലാണ്ട് എൻ്റെ നാട് ജയിക്കണം എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഐ ഹവൻ ഹേർഡ്. ഒരാളും പറയുന്നത് കേട്ടിട്ടില്ല. ജീവിതത്തിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശ്രീരാധാകൃഷ്ണൻ ജീവിതത്തിൽ വളരെ പെസിമിസ്റ്റിക് ആണ്. അല്ലല്ല, ഞാൻ ജീവിതത്തിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക്കാണ്. അതാണ് ഈ കാലം കാത്തു വെക്കുന്നത് അവസാനത്തെ നോവലിനകത്തുള്ളത്. ലോകത്ത് നമുക്ക് മൊത്തമായിട്ടൊരു ഒരു ഒരു ട്രോമാറ്റിക് ചേഞ്ച് വരും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ 30 വർഷത്തിനകം അതിൻ്റെ അപ്പുറത്തേക്ക് ഭൂമിയിൽ ജീവൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ സയൻറ്റിഫിക് എസ്റ്റിമേറ്റ്. 30 years ഒരു ജീവനും സാധ്യമല്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. 30 years. അപ്പോൾ വി ആർ ഗ്രൈൻഡിങ് ടുവേർഡ്സ് either a halt or a new beginning, maybe together. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എല്ലാതെങ്കിലും കാണാനുണ്ട് ഇപ്പോൾ.